+2 കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു PhD MPhil ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എത്ര ചൂടാകുന്നുണ്ട്. ആ ചൂടാക്കലിന് വിധേയനായിപ്പോൾ ഇരുന്നത് കൊണ്ടല്ലേ ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചത്. ആ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന ഒരു ജോലി കിട്ടുന്നു, വലിയ സ്കെയിലിലുള്ള ഒരു ശമ്പളം കിട്ടുന്നു, ജീവിതത്തെ ആഘോഷിക്കാം. ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖമാണത്. എന്നാൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ ഒരു ആധ്യാത്മിക വിദ്യാഭ്യാസവും കൂടി നേടുകയാണെങ്കിൽ അതിലൂടെ ഓടി വരുന്നതായ പരമമായ ആ അറിവ് നമുക്ക് തരുന്നതായ അമൃതത്വ പ്രാപ്തി, പരമമായ സ്വാതന്ത്ര്യം, അത് അനശ്വരമാണ്. ഇപ്പോൾ സാധാരണ ഒരു അക്കാഡമിക് ലെവലിൽ നമ്മൾ ഉയർന്ന് പോകുവാൻ നാം എത്ര തപം ചെയ്യുന്നുവോ അതിനേക്കാൾ എത്രയോ ഇരട്ടി തപം ചെയ്യേണ്ടിയിരിക്കുന്നു പരമമായ അമൃതത്വ പ്രാപ്തിക്ക്. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണരുത്. ഇത് സത്യമറിയുവാനുള്ള അഭിവാഞ്ചയിൽ നിന്നുണ്ടാവുന്നതാണ്. ആ സത്യമറിയുവാനുള്ള അഭിവാഞ്ചയിൽ താൻ തന്റെ ചിന്തകളെ ഉയർത്തിയപ്പോൾ ഗുരുക്കന്മാരുടെ വാക്കുകളുമായി പാരസ്പര്യപ്പെട്ടപ്പോൾ നമുക്ക് ഉന്നതി ഉണ്ടാവുന്നു, ഉപരതി ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ പൊരുൾ എന്താണ്. അത് സത്യാന്വേഷണം എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് അന്വേഷിക്കുന്ന ഒരു രീതി വിധാനമാണ്. അതാണ് ഇവിടെ ഫിസിസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക. ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് എന്നല്ലേ മോഡേൺ സയൻസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓരോന്നിനെയും പർട്ടിക്കുലറായിട്ട് എടുത്തെടുത്ത് പരിശോധിച്ചു നോക്കും. അപ്പൊ ചിലർ പറയുന്നത് കെമിക്കൽ ആക്ഷനാണ്, ചിലർ പറയുന്നത് ഊർജ തരംഗങ്ങളാണ്, ചിലർ പറയുന്നത് നാച്ചുറൽ. എല്ലാം ശരിയാണ്. വേദാന്തി പറയുന്നു ഇത് പരമമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ആവിഷ്കൃത രൂപങ്ങളാണെല്ലാം. സെമിറ്റിക് റിലിയൻ പറയുന്നതാണ് ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതാണെന്ന് പറയുന്നതിന് അന്ധവിശ്വാസിയായി. കെമിസ്റ്റും ഫിസിസ്റ്റും മാത്തമാറ്റീഷ്യനൊക്കെ പറഞ്ഞതിന് ശാസ്ത്രമായി. ഈ ഫിസിസ്റ്റോ കെമിസ്റ്റോ നാച്ചുറലിസ്റ്റോ ബയോളജിസ്റ്റോ ഇവരൊക്കെ അന്തിമ ലക്ഷ്യം കണ്ടെത്തിയവരാണോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അന്ധവിശ്വാസിയും ഇവര് ശാസ്ത്രജ്ഞന്മാരുമായത്? ഇവരെന്ന് കണ്ടെത്തിയ ശാസ്ത്രം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, ശാസ്ത്ര സത്യങ്ങള് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം ഹൈപ്പോത്തീസിസ് ആയി മാറി പുതിയ തിയറിയെല്ലാം ആവിഷ്കൃതമാകും. ദൈവവിശ്വാസിയായി എന്ത് പറയുന്നു? ദൈവത്തെ അറിയും. വാസ്തവത്തിൽ ഈ പ്രപഞ്ചാന്വേഷണം എവിടെ വരെ പോകുമോ അതുവരെ പോകാം. സുനിശ്ചിതമായ ഒരു തലത്തിൽ എത്തിച്ചേരുവാനും കഴിയുന്നില്ല. അപ്പോൾ നാച്ചുറല്ല. ഒരു വെണ്ടത്തൈയിൽ നിന്നും ഒരു വെണ്ടക്കുരു പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു പൂവിൽ നിന്നും അതിന്റെ ഒരു ഫലം പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ആ നാച്ചുറൽ അല്ലേ? ഇത് കേട്ടാത്തൊന്നും പ്രപഞ്ച രഹസ്യം മൊത്തത്തിൽ അതൊക്കെ മനസ്സിലാക്കിയത് പോലെയാണ്. എവിടെയാണോ പ്രപഞ്ച രഹസ്യം അജ്ഞാതമായിരിക്കുന്നത് അതിനെയാണ് നാച്ചുറൽ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത്.
ഇതെല്ലാം ദൈവസൃഷ്ടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെങ്ങനെയാണ് സമ്പുഷ്ടമായതെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു മിസ്റ്ററി അവിടെ അവശേഷിക്കുന്നു, ഒരു രഹസ്യം അവിടെ അവശേഷിക്കുന്നു. ഈ രഹസ്യത്തെ തേടിയാണ് മനുഷ്യനുണ്ടായ കാലം മുതൽ ഇതുവരെ ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊരിക്കലും തീരാൻ പോകുന്നില്ല, തീരില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു പുതുമയുണ്ട്. എപ്പോഴും നമ്മൾ വെളിയിൽ പോയി ഒരു ചെടിയുടെ മുകളറ്റം നോക്കുമ്പോൾ അവിടെ ഒരു പുതിയ ഇലയും ഒരു പൂവും ഒക്കെ എല്ലാ ദിവസവും കാണും. എന്തുകൊണ്ടാണ്? എപ്പോഴും പുതുമ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രപഞ്ചം അങ്ങനെയാണ്, അതെപ്പോഴും ക്രിയാത്മകമാണ്. ഈ പ്രപഞ്ച സർജനം സദാസമയവും നടന്നുകൊണ്ടേയിരിക്കുന്നു, അനാദികാലം മുതൽ. അതുകൊണ്ടാണ് ഇതൊന്നും പുതുമയുള്ളതായിരിക്കുന്നത്. ആ പുതുമ വേണ്ടേ? അപ്പൊ നമ്മളിൽ നിഹിതമായിരിക്കുന്നതായ ആ അറിവിൽ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പുതിയ പുതിയ അറിവുകളുടെ ആവിർഭാവം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? ഒരു ആനന്ദമില്ലേ? അതിനാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ഇത് എന്റെ മുന്നിലിരിക്കുന്നതായ ഒരു വസ്തു, എന്റെ സത്തയെ ഞാൻ അറിയുന്ന സമയത്ത് അത് ചിത്തായി മാറും. ഞാൻ ഇതിന്റെ മുന്നിലിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ ഒന്നും അറിയുന്നില്ല. അറിവായി പ്രകാശിക്കുന്നു. എങ്ങനെ അറിവായി പ്രകാശിക്കുന്നു? എന്റെ ബോധം എന്റെ കണ്ണിലൂടെയും കാതിലൂടെയും അത് ഉദ്വേപിക്കുമ്പോൾ, ഉത്തേജനമുണ്ടാകുമ്പോൾ, അത് തമ്മിലുള്ളതായ സന്നിഷ്ഠത കൊണ്ട് എന്റെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്നതായ അജ്ഞാതമായ ജൈവരാസ പ്രക്രിയയുടെ ഭാഗമായി അത് എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. അത് അറിവായി പ്രകാശിക്കുമ്പോൾ ഇത് ടാബാണ്. ടാബ് അറിവായി. എങ്ങനെയാണ് സത്ത് ചിത്തായത്? അപ്പൊ കൊള്ളാം, എനിക്ക് ഇങ്ങനെ നോട്ടൊക്കെ തയ്യാറാക്കാം, പഠിപ്പിക്കാൻ കൊള്ളാം. അതിനൊരു ആക്സിയോളജിക്കൽ വാല്യൂ ആണ്. ഇല്ലേ? ഇവിടെ ജയരാജേട്ടനും മനോജേട്ടനും കുറെ പഴങ്ങളുണ്ട്. നമുക്ക് പഴങ്ങളാണ്. സന്തോഷം തോന്നി ഉള്ളിൽ. എന്താ അത് കഴിക്കാം? ആനന്ദം ഉണ്ടാവും. കണ്ട മാത്രമേ ആനന്ദം ഉണ്ടായി. അപ്പൊ കഴിച്ചാലോ? ഇപ്പൊ സദാസമയവും നമ്മുടെ ഉള്ളിൽ പുതിയ പുതിയ അറിവുകളുടെ ആവിർഭാവം ഉണ്ടായിട്ട് ആനന്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. സാധാരണ ലൗകികന്മാരെന്താ ചെയ്യും? നാളെ 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 എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയിക്കോട്ടെ, നാളെ എനിക്ക് ജീവിക്കാമെന്നുള്ള പ്രത്യാശ. അറിവുള്ളവൻ എന്തെന്ന് വിചാരിക്കുന്നു? ഇപ്പോൾ തന്നെ എനിക്ക് വളരെ നിറവ് ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സംതൃപ്തനാണ്. അങ്ങനെ സംതൃപ്തിയിൽ ജീവിക്കുന്നവന് പിന്നെ നാളെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ ഇപ്പോഴും തന്നെ ആനന്ദം അനുഭവിക്കുന്നവനാണ്. അവനെന്തിനാണ് നാളെ കുറിച്ച് ചിന്തിക്കുന്നു? എന്തിനെ കുറിച്ച്? ഇന്നലകളെ കുറിച്ച് ആകുലപ്പെടുന്നു. ഇപ്പോൾ ഞാൻ ധന്യനാണെങ്കിൽ നമ്മൾ വളരെ കളിച്ച് രസിച്ച് ആനന്ദിക്കുന്ന സന്ദർഭത്തിൽ നാളെ കുറിച്ച് ചിന്തിക്കുമോ? ഇന്നലകളെ കുറിച്ച് ഓർമ്മിക്കുമോ? എന്ത്? അല്ലാത്ത സമയം മുഴുവനും ഇന്നലകളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് വിഷമിച്ച് വേണമെങ്കിൽ കണ്ണുകൾ നിറയും. നാളുകളെ കുറിച്ച് ആകാംക്ഷയോടുകൂടി ഇരുന്ന് ഭയപ്പെടുന്നു. അപ്പോൾ അറിവുള്ളതായിരുന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഇപ്പോൾ ഇവിടെ
ഭക്തിയോടും കൂടി ജീവിക്കാൻ കഴിയും. അങ്ങനെ ജീവിക്കുന്നത് ഒരു മഹാഭാഗ്യം തന്നെ. ആധ്യാത്മികമായ കാഴ്ചപ്പാട് അറിവ് നമുക്ക് തരുന്നത് അതാണ്. ഇപ്പോൾ ഇവിടെ ധന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ അന്ധവിശ്വാസമാകും? ഇതെങ്ങനെ പഴഞ്ചനാകും? ഇതെങ്ങനെ സന്യാസിമാരുടെ മാത്രം കാര്യമാകും? So we have to celebrate our life with this spiritual knowledge. See, Krishna is ever dancing with the Gopikas. അത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ജീവിച്ച് കാണിച്ചിട്ട്